നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, കറൻസികൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങൾ ഒരുക്കിക്കൊണ്ട് കൊച്ചിൻ എക്സ്പോ 2024 തുടക്കമായി. ട്രാവൻകൂർ കൊച്ചി ഹെറിറ്റേജ് ഗ്യാലറിയുടെ ആഭിമുഖ്യത്തിൽ പനമ്പിള്ളി നഗർ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ബാലഭവനിലാണ് ത്രിദിന പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഒരു റിപ്പോർട്ട്. का नामो निशान को मिटा देंगे। अब कोई भी मंदिर, किला या मस्जिद का निर्माण नहीं हो सकता। आस्था का मूल्य प्राणों से अधिक होता है लुटेरे। ഇൻഡോ ഗ്രീക്ക്, പൗരാണിക വേണാട്, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ കാലഘട്ടങ്ങളിലെ നാണയങ്ങളും ബൈബിൾ ആസ്പദമാക്കിയുള്ള നാണയങ്ങളും ഇപ്പോൾ നിലവിലുള്ളതും ഇല്ലാത്തതുമായ 301 ലോക രാജ്യങ്ങളുടെ കറൻസികളും പൗരാണിക നാണയങ്ങൾ കൂടാതെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പുറത്തിറക്കിയതും പിന്നീട് നോട്ട് നിരോധനത്തിലൂടെ പിൻവലിച്ചതുമായ വിനിമയമില്ലാത്ത 500ന്റെയും 1000ന്റെയും കറൻസികളും ഇവിടെ പ്രദർശനത്തിനുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലധികം ഡീലർമാർ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്തുന്ന ഈ ത്രിദിന പ്രദർശനത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരും പ്രശസ്തരുമായവർ നയിക്കുന്ന ശില്പശാലകളും ഉണ്ടാകും. ഈ പ്രദർശനത്തിന് സന്ദർശകരായി എത്തുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിരവധി വിശിഷ്ട വ്യക്തികളും പരിപാടിയുടെ ഭാഗമായുണ്ട്. സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ വ്യക്തികളുടെ ജനനത്തീയതി ആസ്പദമാക്കി ഈ ജനനത്തീയതിയുടെ സാമ്യമുള്ള സീരിയൽ നമ്പറുകളുള്ള വിവിധ മൂല്യങ്ങളിലെ നോട്ടുകൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തിയാണ് ലത്തീഫ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മുൻനിര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്ക് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ലത്തീഫ് നൽകിയിട്ടുണ്ട്. 2600 വർഷങ്ങൾ മുൻപുള്ള പ്രത്യേക നാണയത്തിന് ഇന്നത്തെ മൂല്യം 40 ലക്ഷത്തിൽ അധികമാണെന്ന് ബാബുരാജ് പറയുന്നു. ഇതിനു പുറമെ 20-ലധികം വർഷങ്ങളായി കോയിൻ കളക്ട് ചെയ്യുന്ന തൃശൂർ സ്വദേശി നരേന്ദ്രനും എക്സ്പോയുടെ മറ്റൊരു ആകർഷണമാണ്. ഈ പ്രദർശനത്തിനോടൊപ്പം വിൽപ്പനയും കൈമാറ്റവും നടത്തുന്നുണ്ട്. പ്രദർശനത്തിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.